നമസ്കാരം. തനുസ് പി.സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ വരുന്നത് GK ആൻഡ് സയൻസ് പാർട്ട് മാത്രം അടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 123/2023. മറ്റൊരെണ്ണം കൂടിയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നേരിട്ട് നമുക്ക് കടക്കാം. ഫസ്റ്റ് വൺ, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ആരാണ്? ഡോക്ടർ B.R. അംബേദ്കർ. ഡോക്ടർ B.R. അംബേദ്കർ 3 പങ്കെടുത്തവരാണ് ഡോക്ടർ B.R. അംബേദ്കർ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ്. നിബെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ്? നിബെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ്? അഗക്കാമ്പാണ്. അഗക്കാമ്പ് ആണ്. നെക്സ്റ്റ് വൺ, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാം? ആൻസർ വില്യം 3, മേരി 2. നെക്സ്റ്റ് വൺ, യൂറോപ്പിലുണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ ഫലമായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ്? 1-ാം കർണാട്ടിക് യുദ്ധം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവിടെ നടന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. സന്യാസി കലാപം ഫസ്റ്റ് വൺ, ദെൻ വേലുത്തമ്പി കലാപം, സന്താൾ കലാപം, ശിപായി ലഹള. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി, കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു. ഇനി ശരിയായ പ്രസ്താവന എന്തൊക്കെയായിരുന്നു? ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചു, പുല്ലൂർ തൂക്കുപാലം നിർമ്മിച്ചു, തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. അടുത്തത്, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരായിരുന്നു? ഡോക്ടർ B.R. അംബേദ്കർ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോൾ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ്. നിബെ എന്ന് പേരറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ്? ആൻസർ അഗക്കാമ്പ്. നിബെ മീൻസ് അഗക്കാമ്പ്. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. കബനി പോഷക നദിയായുള്ള ഉപദ്വീപീയ നദി ഏതാണ്? കബനി പോഷക നദിയായുള്ള ഉപദ്വീപീയ നദി ഏതാണ്? കബിനി ഓർക്കുന്നുണ്ടല്ലോ, കബിനി. ആൻസർ കാവേരി. ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഏതാണ്? ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഏതാണ്? കാണ്ടില്ലയാണ്. ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ആൻസർ സുന്ദർബൻസ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം ഏതാണ്? പെട്രോളിയം. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. അരവിന്ദ് പനഗിരിയ. പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? മാർച്ച് 15, 1950. മാർച്ച് 15, 1950. ആഗോളവൽക്കരണം എന്നറിയപ്പെടുന്ന ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏതാണ്? ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏതാണ്? ലോക വ്യാപാര സംഘടനയാണ്. WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ലോക വ്യാപാര സംഘടനയാണ് ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന. അമൃതകാലം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതകാലം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബജറ്റ് 2023-24. കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ചേർന്നിരിക്കുന്നു? കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ചേർന്നിരിക്കുന്നു? ചെറുകിട വ്യവസായം. നീലവിപ്ലവം ഏത് മേഖലയിൽ പെടുന്നതാണ്? നീലവിപ്ലവം ഏത് മേഖലയിൽ പെടുന്നതാണ്? മത്സ്യബന്ധനം. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. സ്ഥാനപ്പേരിൽ നിർത്തലാക്കൽ, അവസര സമത്വം. അതിൽ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ ബി ആണ്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ വകുപ്പ് 18 അവസര സമത്വം 16. തൊട്ടുകൂടായ്മ നിരോധനം 17.
നിയമത്തിന് മുൻപിൽ സമത്വം വരുന്നത് 14. നെക്സ്റ്റ് വരുന്നത് പൗരന്മാർക്ക് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത സംപ്രാപ്തമാക്കുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നത്? പൗരന്മാർക്ക് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത പ്രാപ്തമാക്കുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നത്? ആൻസർ നിർദ്ദേശക തത്വങ്ങൾ. ഒരു സിവിൽ നിയമസംഹിത എന്നൊക്കെ ഓർക്കുമ്പോൾ പറയുന്നതാണ് നിർദ്ദേശക തത്വങ്ങൾ ഓർക്കുക. ഇനി മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എല്ലാം 1, 2 and 3, 4 ശരിയാണ്. ഏതൊക്കെയാന്ന് നോക്കാം. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നു. ഇന്ത്യയുടേത് റഷ്യൻ മാതൃകയിലാണുള്ളത്. 11 മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. 6 മുതൽ 14 വയസ്സുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അടുത്തത് ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, 3, 4 തെറ്റാണ്. ശരിയായത് മാത്രം നമുക്ക് നോക്കാം. ഒന്നാമത്തത്, രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിന് പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതുവരെ ഉദ്യോഗത്തിൽ തുടരാം. രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിന്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതുവരെ ഉദ്യോഗത്തിൽ തുടരാം എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന വന്നേക്കുന്നത്. ബാക്കിയൊക്കെ എന്താണ് നമുക്ക്? ബാക്കി 2, 3, 4 എന്താണ്? തെറ്റായ പ്രസ്താവനയായിരുന്നു. ഉത്തരം അതാണല്ലോ. ശരിയായ പ്രസ്താവനയാണ് ഇത്. നെക്സ്റ്റ് വൺ, ഭരണഘടനയുടെ 91ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്താണ് ശരിയായ പ്രസ്താവന അല്ലെ? നമുക്ക് നോക്കാം എന്താന്ന്. 2004 ഭേദഗതി നിലവിൽ വന്നു. 91ാം ഭേദഗതിയാണ് 2004 നിലവിൽ വന്നു. കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകസഭാംഗങ്ങളുടെ 50% കൂടുതൽ മന്ത്രിമാർ പാടില്ല എന്ന് വന്നു. ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണവ് മുഖർജിയാണ്. ഈ ഭേദഗതി സംസ്ഥാന മന്ത്രിസഭയ്ക്കും ബാധകമാണ്. അടുത്തത്, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ആൻസർ എന്താ വരുന്നത് നമുക്ക്? ഇത് മെറിറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കൺകറന്റ് വിഷയത്തിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ്? കൺകറന്റ് വിഷയത്തിൽ ആൻസർ എന്താണ് നമുക്ക്? ട്രേഡ് യൂണിയൻ മാത്രമാണ്. ട്രേഡ് യൂണിയനുകൾ എന്താണ്? കൺകറന്റ് വിഷയത്തിൽ പെടുന്നവയാണ്. ട്രേഡ് യൂണിയൻ കൺകറന്റ് വിഷയം. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഇതിനും കൃത്യമായ ആൻസർ ഇല്ല. നെക്സ്റ്റ് നോക്കാം. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? എന്താണ് പേരിതിൻ്റെത്? ഓപ്ഷൻ ഡി, വയോ അമൃതം പദ്ധതി. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 14-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതിയാണിത് വയോ അമൃതം പദ്ധതി. വയോ അമൃതം പദ്ധതി. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്താണ് തെറ്റായ പ്രസ്താവന. നമുക്ക് ശരി വായിക്കാം. ഉത്തരങ്ങൾ മാത്രം മതിയല്ലോ. നിലവിൽ വന്നത് 1993 ഡിസംബർ 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. എ ഷാജഹാൻ IAS ആണ് കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ ആയില്ലേ? നെക്സ്റ്റ് വൺ, മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യുവാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്?
ആൻസർ ഇതാണ്. ഓപ്ഷൻ എ ആണ് നമുക്ക് സ്നേഹപൂർവം പദ്ധതി. സ്നേഹത്തോടു കൂടി സ്നേഹപൂർവം പദ്ധതിയാണ്. നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. റോഷി അഗസ്റ്റിൻ ജലവിഭവം. മന്ത്രിമാരെ അറിയാമല്ലോ, റോഷി അഗസ്റ്റിൻ ജലവിഭവമാണ്. കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി. കെ കൃഷ്ണൻകുട്ടി വൈദ്യുതിയാണ്. കെ കൃഷ്ണൻകുട്ടി വൈദ്യുതിയാണ്. വി അബ്ദുറഹ്മാൻ. വി അബ്ദുറഹ്മാൻ ഏതാണ്? സ്പോർട്സ് ആണ്. ഡോക്ടർ ആർ ബിന്ദു. ആർ ബിന്ദു എന്താണ് അറിയാലോ, ഉന്നത വിദ്യാഭ്യാസം. കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി, റോഷി അഗസ്റ്റിൻ ജലവിഭവം, അബ്ദുറഹ്മാൻ സ്പോർട്സ്, ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയായ പ്രസ്താവനയാണ്. നോക്കാം അല്ലെ. ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. ജമ്മു കാശ്മീരിനെ വിഭജിച്ചിട്ട് ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. വകുപ്പ് 370, 35A എന്നിവ റദ്ദാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമാക്കി. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019. നെക്സ്റ്റ് വൺ. മനുഷ്യരിൽ വൃഷ്ണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷ്ണസഞ്ചി ആണ് ഇതിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? താഴെ വൃഷ്ണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ വൃഷ്ണങ്ങളെ ഉൾക്കൊള്ളാൻ ഉദരാശയത്തിൽ സ്ഥലമില്ലാത്തതിനാണ്. ആൻസർ എന്താണ്? ബി ആണ്. ഒന്നാമത്തത് ശരി. ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ വേണ്ടിയാണ് ഉദരാശയത്തിന് പുറത്ത് കാണുന്നതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കൊബാൾട്ട്. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ നിന്നും കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ആർത്രോസ് സ്ക്ലറോസിസ്. ആർത്രോസ് സ്ക്ലറോസിസ്. ആർത്രോസ് സ്ക്ലറോസിസ് എന്നാണ് പേര്. ആർത്രോസ് സ്ക്ലീറോസിസ്. നെക്സ്റ്റ് വൺ. മനുഷ്യന്റെ അനുഭവത്തിൽ നിന്നും ആഹാരപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന അടപ്പ് ഏതാണ്? ക്ലോമപിധാനം. ഒമിക്രോൺ വൈറസിന്റെ ഏറ്റവും പുതിയ ഒരു വകഭേദം ഏതാണ്? ഒമിക്രോൺ വൈറസിന്റെ ഏറ്റവും പുതിയ വകഭേദം ഏതാണ്? XBB.1.16. XBB.1.16 ആണ് പുതിയ വകഭേദം. ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകോശ ജീവി ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പറം. വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഏതാണ്? ആവൃത്തിയാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം F ആണെങ്കിൽ ഒരു വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം എത്രയായിരിക്കും? 0 ആയിരിക്കും. പ്രകാശത്തിന്റെ ശൂന്യതയിലെ പ്രവേഗം 3x10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. താഴെ തന്നിരിക്കുന്ന ഏത് മാറ്റിയാൽ പ്രകാശത്തിന്റെ ഈ പ്രവേഗത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും? ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നും അല്ല. 2023 കണക്കനുസരിച്ച് സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് വ്യാഴത്തിനാണ്. ജൂപ്പിറ്ററിന്റെ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 92 എണ്ണമാണ് ജൂപ്പിറ്ററിന്. 92 എണ്ണമാണ് ജൂപ്പിറ്ററിന്. 92 ആണ് ജൂപ്പിറ്ററിനുള്ളത്. ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും കാണിക്കുന്നു.
ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഇതിൽ ഏതാണ്? ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഏതാണ്? HCl ആണ് ആംഫോട്ടറിക് സ്വഭാവം കാണിക്കാത്തത്. അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ്? F ബ്ലോക്കാണ്. ബബിൾഗമിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ്? ബബിൾഗമിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ്? പോളി വിനൈൽ അസറ്റേറ്റ്. പോളി വിനൈൽ അസറ്റേറ്റ് ആണ് എന്ത്? ബബിൾഗം. പോളി വിനൈൽ അസറ്റേറ്റ് ആണ് ബബിൾഗം. ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആരാണ്? ആശാ പൂർണ്ണദേവി. ആശാപൂർണ്ണ ദേവി. പ്രഥമ പ്രതിശ്രുതി ആശാപൂർണ്ണ ദേവി. ചവറ പാർക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലാകാരി ആയിരുന്നു? കഥകളി. ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക്കിന്റെ ജന്മദേശം ഏതാണ്? ഹരിയാന. സാക്ഷി മാലിക് ഹരിയാന. ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 11. ഹോക്കിയിൽ 11. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിട്ടുണ്ട്. ഒന്ന്, ഔറംഗസീബ് തന്റെ കൊട്ടാരത്തിൽ പാടുന്നത് വിലക്കി. ഔറംഗസീബിന്റെ ഭരണകാലത്താണ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത്. ഇത് പരിഗണിക്കുമ്പോൾ ഇതിലേതാണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, നിരവധി സംഗീതജ്ഞരും ഗായകരും സ്വാതി തിരുനാളിന്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്നു. താഴെ പറഞ്ഞതിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ബി അലഗിരി നായിഡു ആണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ വോളിബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യയുടെ വോളിബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അച്യുത സാമന്ത. അച്യുത സാമന്തയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റ്? ഓപ്ഷൻ ബി ആണ്. 1934 നടന്ന കേന്ദ്ര നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി പരാജയപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ വിജയിച്ചു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് വൺ നോക്കിയേക്കാം. ലിസ്റ്റ് 1 യോജിപ്പിക്കുക. 1 2 കൂടി യോജിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. നമുക്ക് നോക്കാം അല്ലേ. ഫർദുൻജി മുർസബ് എന്തുമായിട്ട് യോജിക്കുക? 3 അല്ലേ. ബോംബെ സമാചാർ. ഫർദുൻജി മുർസബ് ആണ് ബോംബെ സമാചാർ. ദെൻ PM മോട്ടിവാല ജാമി ജംഷാദ് അല്ലേ, നല്ല പേര്. ജാമി ജംഷാദ്. മോട്ടിവാല. ബാബു ജഗീന്ദ്രനാഥ് ബോസ്. ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു, അതിൻ്റെയാണ് അത്രയ്ക്കൊരു കട്ടി വന്നത്. ബാബു ജഗീന്ദ്രനാഥ് ബോസ് ഇതുമായിട്ടാണ് ബംബാസി. നെക്സ്റ്റ് വൺ, ദയാൽ സിംഗ് മജക്തിയ. ദി ട്രിബ്യൂൺ അല്ലേ, നല്ല പേരായിട്ട് പഠിച്ചു വെച്ചേക്കാം നന്നായിട്ട്. നെക്സ്റ്റ് നോക്കാം. ആൻഡ്രോപ്പോവിന് മുൻപ് USSR ഗവൺമെന്റിന്റെ യൂറി അധ്യക്ഷൻ ആരായിരുന്നു? ആൻഡ്രോപ്പോവിന് മുൻപ്
USSR ഗവൺമെൻറ്റിൻ്റെ യൂറി അധ്യക്ഷൻ ആരായിരുന്നു? ലിയോണിഡ് ബ്രെഷ്നെവ്. 22ൻ്റെ കറണ്ട് അഫയർ പാർട്ട് വരുന്നതാണ്. ലിയോണിഡ് ബ്രെഷ്നെവ്. നെക്സ്റ്റ്, താഴെ പറഞ്ഞ ശരിയായ ഉത്തരത്തിൽ കാലക്രമം അനുസരിച്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആൻസർ ഇതിൽ കറക്റ്റ് ആൻസർ ഒന്നുമില്ല, അതുകൊണ്ടൊരു ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റ് വരുന്നത്? അല്ലേ, നിങ്ങളിത് കണ്ടിട്ട് വണ്ടടിക്കുക ക്വസ്റ്റ്യൻസ് അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സഹോദരൻ അയ്യപ്പൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. നെക്സ്റ്റ് വൺ നോക്കാം. താഴെ പറയുന്നവയിൽ അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പിടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡൊണാൾഡ് ട്രംപ് ആണ്. അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പിടാത്തവരാണ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഇച്ചിരി കട്ടിയുള്ള ക്വസ്റ്റ്യൻസും പഠിക്കണമല്ലോ അല്ലേ, ഹിസ്റ്ററി ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള സാധനങ്ങളാണിത്. ഇനി താഴെ പറയുന്നവയിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയ ശിലകൾ. ക്ലൗഡ് കവറിന്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു ലൈൻ ഐസോനെഫ്. ക്ലൗഡ് കവറിന്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു ലൈനാണ് ഐസോനെഫ്. താഴെ പറയുന്ന കാറ്റുകളിൽ ഏതാണ് സീസണൽ കാറ്റ്? മൺസൂൺ കാറ്റാണ് സീസണൽ കാറ്റ്. ഇന്ത്യയിലെ ഹിമാലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം എന്താണ് ശരിയായ പ്രസ്താവനയാണ്. ഹിമാലയത്തെക്കുറിച്ച് 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഹിമാലയം ഭൂമിശാസ്ത്രപരമായി ചെറുപ്പവും ഘടനാപരമായി വളഞ്ഞതുമായ പർവ്വതങ്ങളാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള പർവ്വത നിരയാണ് ശിവാലിക്. 2 പോയിന്റുമാണ് ശരിയായ പ്രസ്താവനകൾ. ഇനി നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിന്റെ കിഴക്കോട്ട് ഒഴുകാത്ത നദി? ഏതാണ്? പെരിയാറാണ്. ബാക്കി 3 കബനി, ഭവാനി, പാമ്പാർ എന്താണ് കിഴക്കോട്ട്. ഫാക്ടർ കോസ്റ്റിലെ NNPക്ക് തുല്യമാണ്. നോക്കാതെ മൂല്യത്തകർച്ചയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. GNB ഘടകം കോസ്റ്റിൽ മൈനസ് മൂല്യത്തകർച്ച. NNB ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം എന്താണ്? ഏത് വർഷമാണ് ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായത്? 1950 ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായത്. ഇന്ത്യയിലെ നിക്ഷേപ രീതിക്കായി മഹലനോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് വരുന്നത്. ബാങ്ക് നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്നത് റീഡിസ്കൗണ്ട് നിരക്കാണ്. റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്നത് റീഡിസ്കൗണ്ട് നിരക്കാണെന്ന് ബാങ്ക് നിരക്ക്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിൽ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിൽ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്നത്? ആൻസർ 246. കൂറുമാറ്റത്തിന്റെ പേരിൽ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളെ അയോഗ്യരാക്കുന്ന ബന്ധപ്പെട്ട വ്യവസ്ഥകൾ താഴെ പറഞ്ഞ ഷെഡ്യൂളിൽ ഏതിലാണ് അടങ്ങിയിരിക്കുന്നത്? കൂറുമാറ്റം ഏതിലാണ് അടങ്ങിയിരിക്കുന്നത്? 6ാം ഷെഡ്യൂളിലാണ് അടങ്ങിയിരിക്കുന്നത്. 6ാം ഷെഡ്യൂൾ. നിയമസഭയുടെ ഇരുസഭകളും പാസാക്കിയ ബില്ലിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രപതി തീരുമാനിക്കുമ്പോൾ അത് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പോക്കറ്റ് വീറ്റോ. നോർത്തേൺ സോണൽ കൗൺസിലിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
നോർത്തേൺ സോണൽ കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. താഴെ പറയുന്നവയിൽ പൗരന്മാർക്കും വിദേശികൾക്കും ലഭ്യമായ മൗലികാവകാശം ഏതാണ്? പൗരന്മാർക്കും വിദേശികൾക്കും ലഭ്യമായ മൗലികാവകാശം ഏതാണ്? നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും. നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും. താഴെ പറയുന്നവയിൽ ഏതാണ് റിട്ടുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത്? ഏതാണ്? ഇൻജക്ഷൻ. നെക്സ്റ്റ്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 1964. സെൻട്രൽ 64. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ച് ഇരിക്കുന്നത്? ആർട്ടിക്കിൾ 368. ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇവിടെയാണ് 368. ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ 368. അടുത്തത്, കൂട്ടുത്തരവാദിത്തം ഡാഷ് ഭരണകൂടത്തിന്റെ ഒരു സവിശേഷതയാണ്. പാർലമെന്ററി സംവിധാനത്തിന്റെ സവിശേഷതയാണ്. ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്. താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന രണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണം ഏതാണ്? ഗേറ്റ്വേ ആണ്. നെറ്റ്വർക്ക് ഉപകരണം ഗേറ്റ്വേ ആണ്. ഒരു HTML പേജിൽ ഒരു ചിത്രം ചേർക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഡാഷ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2000. അടുത്തത്, അമർത്യകുമാർ സിന്നിന് 1998 ഡാഷ് മേഖലയിലെ സംഭാവനകൾക്ക് നോബൽ സമ്മാനം ലഭിച്ചു. ഏതൊക്കെ? സാഹിത്യം, ഭൗതികശാസ്ത്രം, സമാധാനം. ISRO നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം എവിടെയാണ് നിർമ്മിച്ചത്? മഹാരാഷ്ട്ര. ഹരിതഗ്രഹ പ്രഭാവവാതകങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായത്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ്. മീഥേൻ ഒരു ഹരിതഗ്രഹ വാതകമാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എത്ര സംസ്ഥാനത്തോടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു? എത്ര സംസ്ഥാനങ്ങളോടി പശ്ചിമഘട്ടം കടന്നു പോകുന്നു? എത്രയാണ്? 6. എത്രയാണത്? 6. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പ്രൈമസ് ഇന്റർ പാരസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നെക്സ്റ്റ്, ഗാംബിറ്റ് എന്ന വാക്ക് ഡാഷുമായി ബന്ധപ്പെട്ട്. ഗാംബിറ്റ് എന്ന വാക്ക് എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? ചെസ്സുമായിട്ട്. മലയാള സാഹിത്യകാരൻ TC ജോസഫിന്റെ തൂലികാനാമം എന്തായിരുന്നു? TC ജോസഫിന്റെ തൂലികാനാമം എന്തായിരുന്നു? ഇടമറുക. 22 വിന്റർ ഒളിമ്പിക്സിന്റെ ബിഗ് ഡെന്നിന്റെയും ഔദ്യോഗിക ചിഹ്നം എന്തായിരുന്നു? പാണ്ട കരടി. MD വാസുദേവൻ നായരുടെ ഡാഷ് എന്ന നോവലിന്റെ ഒരു കഥാപാത്രമാണ് അപ്പുണ്ണി. ഇതാണ് 4 ഘട്ടം. 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ്? ജക്കാർത്ത. അടൂർ ഗോപാലകൃഷ്ണന്റെ ഡാഷ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് അജയൻ. അനന്തരം G അരവിന്ദന്റെ ഡാഷ് ചിത്രത്തിനാണ് 1985 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ചിദംബരം. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ഡാഷ് തടാകവും ബന്ധപ്പെട്ടിരിക്കുന്നു. അഷ്ടമുടി. പ്രഗത്ഭരായ കുതിരസവാരി ഉൾപ്പെടുന്ന ഒരു ഡാഷ് കായിക വിനോദമാണ് ചറേരിയ.
ആൻസർ ഓപ്ഷൻ എ ആണ്, മെക്സിക്കൻ. സാറ ജോസഫിന് ഡാഷ് എന്ന ചെറുകഥാ സമാഹാരത്തിന് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ചു. ഏതിനാണത്? ഓപ്ഷൻ ഡി ആണ്, പാപത്തറ. സാറ ജോസഫിൻ്റെത് പാപത്തറ. സാറ ജോസഫിൻ്റെ പാപത്തറ. ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറി ഉൾപ്പെടുന്നു? ഫ്ലാഷ് മെമ്മറി EEPROM. EEPROM. ഫ്ലാഷ് മെമ്മറി EEPROM. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ലാസ്റ്റ് പാർട്ട് കുറച്ച് ടഫുള്ള ഡിഗ്രി ലെവലിൻ്റെ എക്സാമിൻ്റെ ആയിരുന്നു. ആ സിമ്പിൾ ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ടാണ് ഞാനത് എടുത്തത്. താങ്ക് യു.